ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 60. ഈ ചെക്കൻ്റെ തലയ്ക്ക് വല്ല സ്ഥിരത കുറവുണ്ടോ? സാധാരണക്കാരിയെ പോലെ ജീവിക്കാൻ പറയുന്നു. അവൻ്റെ രീതികൾ വാടകക്കാരിയെ പഠിപ്പിക്കാൻ പറയുന്നു. ഷടാ, ഇതെനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഉമ്മറത്തിരുന്ന് പായസം കുടിച്ചുകൊണ്ടിരുന്ന ബാലുവിൻ്റെ ചോദ്യം കുറേ നേരത്തേക്ക് അതുതന്നെയായിരുന്നു. ഇതിലിപ്പം മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളേ? നിന്റെ ചെക്കന് വൈശു കൊച്ചിനോട് നല്ല ഇഷ്ടമുണ്ട്. അതവൻ പുറത്തേക്ക് പറയുന്നില്ല. അതന്നെ സൂക്കേട്. സോപാനപ്പടിയിൽ ചാരിയിരിക്കുന്ന പത്മം ഒരു നിമിഷം പോലും പാഴാക്കാതെ മകനുള്ള ഉത്തരം കൊടുത്തു. അവനായതുകൊണ്ട് അങ്ങോട്ടൊന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഭാസ്കരനിൽ വീണ്ടും ആലോചന. ഇതിലിപ്പോൾ സംസാരിക്കാൻ കൂടുതലൊന്നുമില്ല. നീ നോക്കിക്കോ, ഒടുക്കം നമ്മുടെ ചെക്കൻ തന്നെ എൻ്റെ വൈശുക്കൊച്ചിൻ്റെ കഴുത്തിൽ താലി കെട്ടും. അവർക്കപ്പോഴും ചിരിയായിരുന്നു. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന പോലെ. ചായ. അപ്പോഴാണ് ലക്ഷ്മി പത്മാവതിക്കുള്ള ചായയുമായി അങ്ങോട്ടേക്ക് എന്നത്. വൈശു എണീറ്റോടി. മരുമോളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങുന്നതിനിടയിൽ അവർ തിരക്കി. ഇല്ലമ്മേ, നല്ല ഉറക്ക. ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോയില്ല. ഉറക്കം തീരുമ്പോൾ എഴുന്നേറ്റ് വരട്ടെ എന്ന് കരുതി. ലക്ഷ്മിയും പത്മാവതിയുടെ അരികിലായി സോപാനപ്പടിയിൽ ചെന്നിരുന്നു. അതു മതി. പാവം, ആ കൊച്ചിൻ്റെ മനസ്സിന് വല്ലാതെ നൊന്തു. പത്മം മെല്ലെ ചായ ഊതി കുടിക്കുവാൻ തുടങ്ങി. ബാലേട്ടാ, ഇത്രയും വിലയുടെ ഷർട്ടിടുന്ന ശീലമൊന്നും അവനില്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? അവൾ വാങ്ങാൻ പോയപ്പോൾ ബാലേട്ടനെങ്കിലും ഒന്ന് തടയായിരുന്നു. ലക്ഷ്മിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. എടീ, എൻ്റെ മോനൊരു നല്ല ഉടുപ്പിട്ട് കാണണമെന്ന് ആഗ്രഹം എനിക്കില്ലേ? ഞാനപ്പോൾ അത്രയ്ക്കൊന്നും കടന്നു ചിന്തിച്ചില്ല. ബാലുവിൽ കുറ്റബോധം. ആ ഷർട്ടിന് വിലക്കുറവാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ബില്ലെടുത്ത് കളയേണ്ട കടമ ബാലേട്ടനില്ലായിരുന്നോ? കക്ക നിന്നാ നിൽക്കാനും പഠിക്കണം. അവർ ആദ്യമായി ഭർത്താവിനെ കുറ്റപ്പെടുത്തി. എൻ്റെ പൊന്നു ലക്ഷ്മി, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. ആ മോളിൽ ഒരു ലക്കി ഡ്രോ നടക്കുന്നുണ്ടായിരുന്നടി. ബില്ല് കളയാതെ വെക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞതാ. ഇതിപ്പോൾ ഞാൻ ഓർത്തോ ആ ചെക്കൻ വന്ന് എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ പൈസ തപ്പുവെന്ന്? അയാൾ കയ്യിലിരുന്ന കാലി ഗ്ലാസ് സോപാന പടിയിലേക്ക് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടേണ്ടത് ആ പാവം കൊച്ചിന് തന്നെ കിട്ടി. കൂട്ടുകക്ഷി രക്ഷപ്പെടുകയും ചെയ്തു. ലക്ഷ്മി സങ്കടത്തോടെ പറഞ്ഞു. ഇങ്ങനൊന്നും പറയാതെടി ഭാര്യയെ, ഞാനിതൊന്നും അറിഞ്ഞോണ്ടല്ലല്ലോടി. ബാലു മുഖം ചുളിച്ചു. ഇനിയിപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് നിങ്ങൾ രണ്ടും കൂടി തല്ലു വെക്കണ്ട. പത്മാവതി മെല്ലെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ എങ്ങനെയുണ്ടടാ വേദന? ദീപകിൻ്റെ അരികിൽ ചെന്നിരുന്ന് ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഒരാഴ്ച മുൻപേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്ന അവനെ. കുറഞ്ഞിട്ടുണ്ട് മുത്തശ്ശ. അവനൊരു ചിരിയോടെ ഉത്തരം നൽകി. ആ, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എല്ലാം ഭേദമായിട്ട് നീ ഇനി ഡ്യൂട്ടിക്ക് പോയാൽ മതി. ഞാൻ രാജശേഖരനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ കൂട്ടിച്ചേർത്തു. ശരി മുത്തശ്ശ. അങ്ങേയറ്റം ബഹുമാനത്തോടെ അവൻ മുത്തശ്ശനെ നോക്കി. വൈശാഖിയുടെ കാര്യത്തിൽ നിനക്കെന്താ തീരുമാനം? ആ കുട്ടിയോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണ്ടേ? അതിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പോരെ നിങ്ങളുടെ കെട്ട്? ഉണ്ണികൃഷ്ണൻ അവനോട് ഗൗരവത്തിൽ തിരക്കി. കെട്ട് പഠിത്തം കഴിഞ്ഞ് മതി മുത്തശ്ശ. പക്ഷെ നിശ്ചയം കഴിയുന്നത്ര നേരത്തെ നടത്തി വെക്കുന്നതല്ലേ നല്ലത്. പിന്നെ വൈശാഖിയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെപ്പറ്റി ഞാൻ തന്നെ നേരത്തെ അവളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവൾക്ക് വിരോധമൊന്നുമില്ല. ദീപക്കിൽ കുടിലതയായിരുന്നു ആ നേരം. എങ്കിൽ ശരി മോനെ, രാജശേഖരൻ വിളിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തി വെക്കണമെന്ന് ഞാൻ പറയാം. കൊച്ചുമകൻ്റെ നെറുകയിൽ വാത്സല്യത്തോടെ ഒന്ന് തഴുകിയിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ദീപക്കിൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീ എത്ര വരെ പോകും വൈശാഖി? എത്ര നാൾ നീ എന്നിൽ നിന്ന് ഒളിച്ചു നടക്കും? നീ എൻ്റെയാ. നിന്റെ ആസ്തി എൻ്റെയാ. ഈ ദീപക്കിൻ്റേത്. നിന്റെ ഹോസ്പിറ്റലുകൾ നാളെ എൻ്റെ സ്വന്തമാകും. എൻ്റെ മാത്രം സ്വന്തം. ദീപകിൻ്റെ കണ്ണുകളിൽ അത്യാഗ്രഹമായിരുന്നു. സർവവും പിടിച്ചെടുക്കാൻ പോകുന്നതിൻ്റെ ഗർവമായിരുന്നു. വൈശാഖി, എന്താടോ ഇത്ര ധൃതി? കുറേ നാളായല്ലോ തന്നെ കണ്ടിട്ടും വർത്താനം പറഞ്ഞിട്ടും ഒക്കെ. പാർക്കിങ്ങിൽ നിന്ന് ഹിസ്റ്ററി ബ്ലോക്കിലേക്ക് നടക്കുന്നതിനിടയിലാണ് അവളുടെ മുൻപിൽ സിദ്ധാർത്ഥ് വന്ന് ചിരിയോടെ വന്ന് നിന്നത്. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ടാവാം അവൾ അവനെ കണ്ടത് ആദ്യം ഒന്ന് അമ്പരന്നു പോയി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മേൽചുണ്ടിന് മുകളിൽ പൊടിഞ്ഞിരിക്കുന്ന വിയർപ്പ് തുള്ളികളെ വലത്തെ കൈവെള്ളം കൊണ്ട് തൂത്ത് കളഞ്ഞിട്ട്
അവൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. വെറുതെയെങ്കിലും ബാലുവിന് വേണ്ടി. ആള് തന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പ്രിൻസിപ്പാളിനെ കാണുവാൻ വേണ്ടി ഓഫീസ് ബ്ലോക്കിലേക്ക് പോയിരിക്കുകയാണ്. തനിക്ക് എന്നെ പേടിയാണോ വൈശാഖി? സിദ്ധാർത്ഥിന് അവളുടെ പേടിച്ചരണ്ട മുഖം കണ്ടതും വല്ലായ്മ തോന്നി. ആ, ഉള്ള സത്യം അവളങ്ങ് തുറന്നു പറഞ്ഞു. എന്തിനാടോ താൻ എന്നെ പേടിക്കുന്നേ? ഞാൻ വൈശാഖിയോട് എപ്പോഴെങ്കിലും വഴക്കിന് വന്നിട്ടുണ്ടോ? അവൻ ശാന്തായി ചോദിച്ചു. ആഹാ, ഇല്ല എന്ന രീതിയിൽ അവൾ തലയാട്ടി. ഞാൻ തന്നെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അവൻ വീണ്ടും ചോദ്യം ചോദിച്ചു. ആഹാ, അതിനും ഒരു മൂളിച്ചയായിരുന്നു അവളിൽ നിന്നും വന്ന മറുപടി. തന്നോട് ഞാൻ എപ്പോഴെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഇത്തവണ മാത്രം ഒരു കുഞ്ഞിച്ചിരി അവൻ്റെ ചുണ്ടുകളിലുണ്ടായിരുന്നു. അതിനും പതിവ് മറുപടി തന്നെ അവളിൽ നിന്ന് അവന് കിട്ടി. പിന്നെ എന്തിനാ വൈശാഖി എന്നെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ പേടിക്കുന്നേ? ഇരു കൈകളും നെഞ്ചിനു മുകളിൽ പിണച്ചു കെട്ടിവെച്ചുകൊണ്ട് അവൻ ആ പെണ്ണിനെ സാഗൂതം നോക്കി നിന്നു. അത് പിന്നെ സിദ്ധേട്ടന് എന്നോട് പ്രേമമാണെന്ന് എനിക്ക് തോന്നിയിട്ടാ. ഉള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ മറുപടി പറഞ്ഞു. അവളുടെ ആ സംസാരം കേട്ടപ്പോൾ സിദ്ധാർത്ഥന് ശരിക്കും പറഞ്ഞാൽ ചിരി പൊട്ടിപ്പോയിരുന്നു. അവനൊന്ന് ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. ഒരു പാവം പിടിച്ച പെണ്ണ്. ബാംഗ്ലൂരിലൊക്കെയുള്ള പെൺകുട്ടികൾ ഇത്ര പാവമോ എന്ന് ആരെങ്കിലും സംശയിച്ച ഇവളെ കാണിച്ചു കൊടുക്കണം. അത്രയ്ക്ക് നിഷ്കളങ്കയാണ്. സിദ്ധാർത്ഥിൽ പ്രണയം കിടന്നു വിങ്ങി. വൈശാഖി. അവൻ്റെ ഉച്ചത്തിലുള്ള ചിരി കേട്ടിട്ട് മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നവളോട് സിദ്ധാർത്ഥ ഒന്ന് കണ്ണ് ചിമ്മിക്കാട്ടി വിളിച്ചു. ആ. പതിയെ, അത്രമേൽ പതിയെ, നേർത്ത ശബ്ദത്തിൽ അവൾ അവനെ മൂളിക്കേട്ടു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു വൈശാഖി, ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇതുവരെ ഒരു പെങ്കൊച്ചിനോട്ടും തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഇഷ്ടം. സിദ്ധാർത്ഥ് ഒരു ചെറു ചിരിയോടെ പറഞ്ഞു തുടങ്ങി, മുൻപിൽ നിൽക്കുന്നവളുടെ കണ്ണുകളിലെ പകപ്പും പേടിയും ഒട്ടൊരു സങ്കടത്തോടെ നോക്കിക്കൊണ്ട്. പക്ഷേ വൈശാഖി പേടിക്കേണ്ട കേട്ടോ. ഒരാൾക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ അങ്ങനൊരു ഇഷ്ടം. രണ്ടുപേർക്കും കൂടി തോന്നണ്ടേ? വൈശാഖിയും മഹാദേവൻ സാറുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞു കേട്ടോ. സാറ് തനിക്ക് ചേരും. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നുണ്ടായിരുന്നു അത് പറയുമ്പോൾ. അത് വ്യക്തമായിട്ട് വൈശാഖിക്കും മനസ്സിലായിരുന്നു. അതെ, താൻ പേടിക്കേണ്ട കേട്ടോ. തന്നെ സങ്കടപ്പെടുത്താനോ തൻ്റെ നല്ല ജീവിതത്തിൽ തടസ്സം നിൽക്കുവാനോ ഒന്നും ഞാൻ വരില്ല വൈശാഖി. അത്രയ്ക്കൊന്നും അല്ലല്ലോടോ ഈ ഞാൻ. ഇതൊക്കെ ഇപ്പോൾ എന്തിനാ ഞാൻ പറഞ്ഞെന്ന് വെച്ചാ, ഇനിയെങ്കിലും എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിച്ചു വിറച്ചോടാതെ ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്തോടെ തനിക്ക്. ഈ ഒരു വർഷം കൂടെ ഞാൻ ഈ കോളേജിലുള്ളൂ. അവൻ്റെ ചോദ്യം ആത്മാർത്ഥമായിട്ടുള്ളതായിരുന്നു, നെഞ്ചിൽ തൊട്ടുള്ളത്. ഞാൻ മിണ്ടിക്കോളാം സിദ്ധു ഏട്ടാ. അവൻ്റെ കണ്ണുകളിലെ സത്യസന്ധത എന്തുകൊണ്ടോ വൈശാഖിയുടെ ഹൃദയത്തിലും പതിഞ്ഞു. അവൾ അവനെ നോക്കി ആദ്യമായി പേടിയില്ലാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. പൊയ്ക്കോ, ബെല്ലടിക്കാൻ സമയമായി. അവൻ അനുവാദം നൽകിയതും ഒരിക്കൽ കൂടി സിദ്ധാർത്ഥിനെ നോക്കി മനോഹരമായ ഒരു ചിരി നൽകിയിട്ട് വൈശാഖി മുന്നോട്ടേക്ക് മെല്ലെ നടന്നുപോയി. അവൾ പോയ വഴിയെ നോക്കി നിന്നവൻ്റെ ഉള്ളിൽ നഷ്ടബോധം നിഴലിച്ചിരുന്നു. നെഞ്ചിനുള്ളിലെ പിടച്ചിൽ സഹിക്കാതെ വന്നപ്പോൾ തൻ്റെ വലതുകൈ അവൻ നെഞ്ചിന് മുകളിൽ വെച്ചൊന്ന് അമർത്തി. എന്നിട്ട് തിരിഞ്ഞു നടന്നു. അതേസമയം ഇത്തിരി അകന്നു മാറി അവരെ തന്നെ നോക്കി നിന്ന മഹാദേവൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി ഒന്ന് കുറുകിയിരുന്നു. സിദ്ധാർത്ഥിന് മുൻപിൽ ചിരിയോടെ നിന്ന് സംസാരിക്കുന്ന വൈശാഖി. അവൾ നടന്നകന്നു പോകുമ്പോൾ അവളെ പ്രണയത്തോടെ നോക്കി നിന്നിട്ട് നെഞ്ചിന് മുകളിൽ വലങ്കൈ കൊണ്ട് അമർത്തുന്ന സിദ്ധാർത്ഥ്. എന്തുകൊണ്ടോ ആ കാഴ്ച മഹാദേവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ അമർഷത്തോടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും പല പ്രാവശ്യം മഹാദേവൻ വൈശാഖിയെ പാളി നോക്കിക്കൊണ്ടിരുന്നു. ആശാട്ടി പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് താൻ പറയുന്ന മെയിൻ പോയിന്റ്സുകൾ ഒരു ബുക്കിൽ എഴുതിയെടുക്കുന്നുണ്ട്. ദേവൻ്റെ മനസ്സ് എന്തുകൊണ്ടോ അസ്വസ്ഥമായിരുന്നപ്പോൾ കുറച്ചു മുൻപ് കണ്ട സിദ്ധാർത്ഥും വൈശാഖിയും തമ്മിലുള്ള ചിരിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു അവൻ്റെ മനസ്സിൽ കിടന്നു തിരിഞ്ഞത്. അവരുടെ കാര്യത്തിൽ താനെന്തിന് ഇടപെടണമെന്ന് അവൻ്റെ മനസ്സ് അവനോട് പല പ്രാവശ്യം ചോദിച്ചുവെങ്കിലും അതിനൊന്നും ഒരു കൃത്യമായ ഉത്തരം കൊടുക്കാൻ മഹാദേവനെ കൊണ്ടായില്ല. ചിലപ്പോൾ തൻ്റെ വീട്ടിലെ ഒരംഗത്തെ പോലെ അവളെ താൻ കണ്ടതുകൊണ്ടാവാം. ചിലപ്പോൾ അവളോട് തനിക്കൊരു സ്നേഹം ഉള്ളത് കൊണ്ടാവാം. ചിലപ്പോൾ അവൾ തൻ്റെ വീട്ടിലെ വാടകക്കാരി ആയതുകൊണ്ടാവാം. അവൻ ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു. അന്നത്തെ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ക്ലാസ്സിന് പുറത്തേക്ക് നടക്കുമ്പോഴും
ദേവൻ വൈശാഖിയെ ഒന്ന് പാളി നോക്കുവാൻ മറന്നില്ലേ എന്നതാണ് സത്യം. ഡീ, നീ കണ്ടായിരുന്നോ? മഹാദേവൻ ഇറങ്ങിപ്പോയിന്ന് കണ്ടതും അടുത്തിരുന്ന റോസ് വൈശുവിൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. എന്താടി? ടെക്സ്റ്റ് ബുക്ക് മടക്കി ബാഗിനുള്ളിലേക്ക് വെക്കുന്നതിനിടെ അലസമായ ഒരു ചോദ്യമാണ് അവളിൽ നിന്നും പുറത്തേക്ക് വന്നത്. എടി, സാറിന്ന് നിന്നെ പല പ്രാവശ്യം നോക്കി. റോസ് എന്തോ വലിയൊരു സംഭവം പറയുന്ന പോലെ അവളോട് പറഞ്ഞു. അതിനിപ്പോൾ എന്താടി? പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സാർ എല്ലാവരും ഇങ്ങനെ നോക്കുമല്ലോ. ഇതിലിപ്പോൾ എന്താ ഇത്ര കാര്യം എന്നതുപോലെയായിരുന്നു പെണ്ണിൻ്റെ മറുചോദ്യം. ഒന്ന് പോയേടി നീ, ഇതങ്ങനല്ല. സാർ ഇന്ന് നിന്നെ കുറേ നേരം നോക്കുന്ന കണ്ടു. എന്താ സംഭവം? ഇനിയിപ്പോൾ അങ്ങേർക്ക് നിന്നോട് വല്ല ഫീലിങ്സും ഉണ്ടായോ? റോസ് ആക്കി ചിരിച്ചു. സാറിന്? അതും എന്നോട്? ഒന്ന് പോയേ കൊച്ചേ നീ. വൈശാഖിക്ക് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ചിരി വന്നുപോയി. അപ്പുറത്തുള്ളത് മഹാദേവനാണ്. ഇന്നലെ കൂടി സാറ് പറഞ്ഞതാണ്, അങ്ങേര് പറയുന്നത് കേട്ട് മംഗലത്ത് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ വീട് നോക്കിക്കോളാൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യന് തന്നോട് വല്ല ഫീലിങ്സും ഉണ്ടാവോ? അവൾക്ക് സ്വയം പുച്ഛം തോന്നി. എടി, ഞാൻ ശരിക്കും പറഞ്ഞതാ. സാറ് നിന്നെ ഇന്ന് കുറേ പ്രാവശ്യം നോക്കി. അതെല്ലാവരും നോക്കുന്നത് പോലെയല്ല. റോസ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നലെ ഷർട്ട് വിഷയത്തിൽ എന്നെ ചീത്ത വിളിച്ചതിൻ്റെ പേര് ചിലപ്പോൾ സാറിന് ചെറിയൊരു കുറ്റബോധം വന്ന് തോന്നിക്കാണുമായിരിക്കും. അതിൻ്റെ നോട്ടമായിരിക്കും നീ കണ്ടേ. റോസിൻ്റെ സംശയങ്ങൾക്ക് മുകളിൽ ആണി അടിച്ചതുപോലെയായിരുന്നു അവൾക്ക് വൈശാഖി കൊടുത്ത മറുപടി. കൂട്ടുകാർ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് അത് കേട്ടപ്പോൾ റോസിനും തോന്നിപ്പോയി. അടുത്ത ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നതും ആ സംസാരം അവിടെ നിന്നു. എടി വൈശു, വൈകിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടേ. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോകാൻ നിന്നാൽ ചിലപ്പോൾ താമസിക്കുമായിരിക്കും. 5 പേരും കൂടി ഉച്ചയൂണും കഴിഞ്ഞ് ക്യാൻറ്റീനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ബാലുവിൻ്റെ ആ സംസാരം. എവിടെ പോവാ ബാലു? അവൾ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയടി കൊച്ചേ. ICUവിലാന്ന് അറിയാൻ കഴിഞ്ഞ്. 4 തൊട്ട് 5 വരെ ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് ടൈം. കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ പോവാനാ. ഇവിടുന്ന് ഒരു 3:30 കഴിയുമ്പോഴെങ്കിലും ഇറങ്ങണം. എന്നാലേ സമയത്തിനവിടെ ചെല്ലാൻ പറ്റൂ. ബാലു സങ്കടത്തോടെ പറഞ്ഞു. ഞങ്ങളിവിടെ ഉണ്ടല്ലോ ബാലു, ഞങ്ങൾ കൊണ്ട് വിട്ടോളാം ഇവളെ. ബാലു പൊയ്ക്കോ. ജോബിൻ അയാളെ സമാധാനിപ്പിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ദേവനോട് പറഞ്ഞിട്ട് പൊയ്ക്കോളാം. ഒരു നിമിഷം ആലോചിച്ച് ഭാസ്കരൻ അറിയിച്ചു. അത് വേണ്ട, അത് ശരിയാവില്ല ബാലു. ഞാൻ ഇവരുടെ കൂടെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. സാറിനെ ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കണ്ട. പൊടുന്നനെ അവളുടെ മുഖം മുങ്ങി. തലേദിവസത്തെ അവൻ്റെ ആ സംസാരം അവളെ അത്രമേൽ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അവളുടെ തീരുമാനത്തിന് പിന്നിൽ. ഭാസ്കരൻ അത് മനസ്സിലാവുകയും ചെയ്തു. നിന്റെ ഇഷ്ടം കൊച്ചേ, പക്ഷേ നീ ഇവന്മാരുടെ കൂടെ പൊയ്ക്കോ. എടാ കൊച്ചന്മാരെ, ഇവളെ സൂക്ഷിച്ചും കണ്ടും കൊണ്ടുപോക്കോണം കേട്ടോ. സന്ദർഭം ലഘൂകരിക്കാൻ വേണ്ടി ഭാസ്കരൻ ചിരിച്ചു. കുറച്ചു നേരം ക്യാമ്പസിലൂടെ കറങ്ങി നിന്നിട്ട് വൈശാഖിയുടെ മൂഡ് ഓഫ് മാറ്റിയതിന് ശേഷമാണ് അവർ പിന്നീട് ക്ലാസ് റൂമിലേക്ക് കയറിയത് തന്നെ. പറഞ്ഞതുപോലെ തന്നെ 3:30 കഴിഞ്ഞപ്പോഴേക്കും ബാലു ക്ലാസ് കട്ട് ചെയ്ത് കോളേജിൽ നിന്ന് ഇറങ്ങി. വൈശാഖിക്കും കൂട്ടുകാർക്കും അത് ലാസ്റ്റ് അവർ ആയിരുന്നു താനും. അവസാന ബെല്ലടിച്ചതും വൈശാഖി ജോബിൻ്റെയും നിർമ്മലിൻ്റെയും കൂടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പാർക്കിംഗ് ലക്ഷ്യമാക്കി നടന്നു. എടി, സാറിനോടൊന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലായിരുന്നോ നല്ലത്? പാർക്കിങ്ങിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതിനിടയിൽ നിർമ്മൽ അവളോട് എടുത്തു ചോദിച്ചു. എന്തിന്? ഇനി അത് വേണ്ട. ബാലു ഫോൺ ചെയ്ത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പേ വരൂന്ന്. വൈശാഖി മുഖം വീർപ്പിച്ചു. ഇനിയിപ്പോൾ അത് പറഞ്ഞ് മോന്ത വലിച്ചു കയറ്റണ്ട. നിന്നെ ഇന്ന് ജോബിൻ തന്നെ കൊണ്ടുവിടും. നിർമ്മൽ അവളുടെ കവളിലൊന്ന് വലിച്ചു വിട്ടു. വൈശാഖിക്ക് ചിരി വന്നു. അവൾ നിർമ്മലിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. ജോബിനും നിർമ്മലും കൂടി പാർക്ക് ചെയ്ത അവരുടെ വണ്ടികൾ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് സിദ്ധാർത്ഥ് തൻ്റെ ബുള്ളറ്റും എടുത്തുകൊണ്ട് പോകുവാനായി തുടങ്ങുന്നത് അവൾ കണ്ടത്. എന്താ വൈശാഖി, ഇന്ന് എൻ്റെ ബാലു എവിടെ? അവളെ കണ്ടതും സിദ്ധാർത്ഥ് തൻ്റെ ബുള്ളറ്റ് കൊണ്ടുവന്ന് അവൾക്കരികിലായി ചേർത്ത് നിർത്തി. ബാലുവിനൊരു എമർജൻസി, നേരത്തെ പോയി. അവളും ഒരു ചിരി മടക്കി നൽകി. അതെയോ, അപ്പോൾ മഹാദേവൻ സാറിൻ്റെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുമായിരിക്കും അല്ലേ? ഒരു കാല് തറയിൽ കുത്തി നിർത്തിയിട്ട് അവൻ വണ്ടി ഓഫ് ചെയ്തു. ഇല്ല, ജോബിൻ കൊണ്ടുവിടും. നിഷ്കളങ്കമായി അവൾ ഉത്തരം നൽകി. അതെയോ, അതെന്താ സാറിന് ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ടോ?
കാർ പാർക്കിങ്ങിൽ കിടക്കുന്ന മഹാദേവന്റെ കാറിന് നേർക്ക് നോക്കിയായിരുന്നു അവൻ്റെ ആ ചോദ്യം. അവള് ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. സിദ്ധാർത്ഥനെ നോക്കി നിസ്സഹായതയോടെ ഒന്ന് ചിരിച്ചു കാട്ടി. വൈശാഖി. പൊടുന്നനെയാണ് പാർക്കിങ്ങിലേക്ക് ഇറങ്ങുന്ന വടികളുടെ മുകളിൽ നിന്നും ഉച്ചത്തിൽ ആരോ വിളിക്കുന്നത് പോലെ അവർ കേട്ടത്. വൈശാഖിയുടെ സിദ്ധാർത്ഥിൻ്റെയും കണ്ണുകൾ ഒരുപോലെയാണ് അങ്ങോട്ടേക്ക് നീണ്ടു ചെന്നതും. ഗൗരവത്തോടെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന മഹാദേവനെ കണ്ടപ്പോൾ വൈശാഖിയുടെ കണ്ണുകളിൽ പതർച്ചയായിരുന്നെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ നഷ്ടബോധമായിരുന്നു പെട്ടെന്നുണ്ടായത്. സാറ് വിളിക്കുന്നു, കൂടെ ചെല്ലാനായിരിക്കും. ഞാൻ എന്നാ പൊയ്ക്കോട്ടെ വൈശാഖി, നാളെ കാണാടോ, ബൈ. സിദ്ധാർത്ഥ് അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. മഹാദേവൻ്റെ അത്രയ്ക്ക് പന്തിയല്ലാത്ത മുഖഭാവം കണ്ട് വിറയലോടെ നിന്നവൾ സിദ്ധാർത്ഥ് കൺമുൻപിൽ നിന്നും പോയതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ പരവേശത്തോടെ നിന്നിടത്ത് തന്നെ നിന്നുപോയി. വാ പോകാം. അടുത്തേക്ക് വന്നു നിൽക്കുന്നവൻ്റെ ശബ്ദം പതിവില്ലാത്ത വിധം മുറുക്കത്തിലായിരുന്നു. ഞാൻ ഇന്ന് ജോബിൻ്റെ കൂടെയാ. വൈശുവിൻ്റെ മറുപടി കാറ്റുപോലെ വളരെ നേർത്തതായിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കുറേ നാളത്തേക്ക് സ്റ്റോറി ഇല്ലാതിരുന്നത് ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു വലിയ നീണ്ട യാത്രയിലായിരുന്നത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് സ്റ്റോറി ഒന്നും നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്. വായനക്കാരെല്ലാവരും അതൊന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും തൊട്ട് സ്റ്റോറികൾ തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പറയുന്നു, എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമായെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ ബൈ.